എന്തു പറ്റി? ആകപ്പാടൊരു ഉത്സാഹക്കുറവ്. ഇനി അഥവാ ഉത്സാഹക്കുറവുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കൂ. നിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം വരുന്നുണ്ട്. പ്രതീക്ഷയുടെ വിളക്ക്, സ്നേഹത്തിന്റെ വെളിച്ചം, സന്തോഷത്തിന്റെ പ്രഭാതങ്ങൾ. എന്താണെന്ന് ഞാൻ പറഞ്ഞറിയണ്ട, നേരിട്ടറിഞ്ഞാ മതി. ഒരു നെയ്ത്തിരി വിളക്ക് കത്തുന്ന വേഗത്തിൽ ഈ പ്രകാശം തെളിയില്ല. കാറ്റടിക്കുന്ന കടൽക്കരയിൽ തെളിയുന്ന വിളക്കില്ലേ, അതുപോലെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. കണ്ടിട്ടില്ലേ കടപ്പുറത്തെ വിളക്കിന്റെ അവസ്ഥ? ചുറ്റിയടിക്കുന്ന കാറ്റ്, തിരമാലകളുടെ ഇരമ്പം, അതൊക്കെ അതിജീവിച്ച് വേണം ആ വിളക്ക് കത്താൻ. അതുകൊണ്ട് തന്നെ കടൽക്കരയിൽ വിളക്ക് കൊളുത്തുമ്പോ ഒരുപാട് ക്ഷമ വേണം. അതുപോലെ നിന്റെ ജീവിതത്തിലെ വിളക്ക് തെളിയാനും അതേ ക്ഷമ വേണം. ദേവൂട്ടിക്ക് ഇപ്പോഴുള്ള ക്ഷമയൊന്നും ഇവിടെ മതിയാവില്ല കേട്ടോ. എന്ത് എതിർപ്പ് വന്നാലും എത്രയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാലും തളർന്നു പോരുത്. കാരണം ഇവിടെ അന്തിമ വിജയം നിനക്കുള്ളതാണ്. മൂകാംബികാമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുണ്ട്. നീ പാർവതീദേവിയുടെ കഥ കേട്ടിട്ടില്ലേ? എന്താ കേട്ടത്? മഹാദേവനായ ശിവന്റെ പ്രാണനാണ്, പകുതിയാണ്, ഭഗവാനെ അർദ്ധനാരീശ്വരനാക്കിയ ചൈതന്യമാണ് എന്നൊക്കെയല്ലേ? അതൊക്കെ സത്യമാണ്. പക്ഷേ പാർവതീദേവി ആ പരമപദത്തിൽ എത്താൻ അനുഭവിച്ച ത്യാഗങ്ങൾക്കും ആത്മപരീക്ഷണങ്ങൾക്കും കണക്കില്ല. അതെ, അതാണ് ശിവപാർവതി സംയോഗത്തിന്റെ മഹത്വം. ആദ്യം ഭഗവാനെ തന്റെ സൗന്ദര്യം കൊണ്ട് ആകർഷിക്കാൻ പാർവതീദേവി ശ്രമിച്ചു. ഭഗവാൻ അത് കണ്ട ഭാവം പോലും കാണിച്ചില്ല. ഇല്ല, കണ്ടില്ല. അതാണ് സത്യം. ആർഭാടം കൊണ്ടും അലങ്കാരം കൊണ്ടും ആ മനസ്സ് നേടാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. ഒടുവിൽ ദേവി അഗാധ ഭക്തിയും ആത്മത്യാഗവും ആയുധമാക്കി. അവിടെ ഭഗവാൻ കീഴടങ്ങി. തപസ്സുകൊണ്ടാണ് പാർവതി മഹാദേവനായ ശിവനെ സ്വന്തമാക്കിയത്. ആ തപസ്സിന്റെ പാഠം ദേവൂട്ടിയും ഉൾക്കൊള്ളണം. ആ കാലത്തെ തപസ്സിനും ഇന്നത്തെ തപസ്സിനും വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ തപസ് ഒരു സത്യമാണ്. ഏകാഗ്രതയിലൂടെ മനസ്സർപ്പിച്ചുകൊണ്ടുള്ള തപസ്. നിനക്കും ആ തപസ് ചേരും.